സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണം സംബന്ധിച്ച പ്രതിസന്ധിക്ക് ഭാഗിക പരിഹാരം ട്രഷറി, ബാങ്ക് എന്നിവിടങ്ങളിലൂടെയുള്ള ശമ്പള വിതരണത്തിന് ആവശ്യമായ നോട്ടുകൾ ലഭ്യമാക്കാമെന്ന് റിസർവ് ബാങ്ക് ഉറപ്പ് നൽകി. എന്നാൽ ആഴ്ചയിൽ 24,000 രൂപ മാത്രമേ പിൻവലിക്കാനാകൂ എന്ന നിയന്ത്രണത്തിൽ ഇളവ് നൽകാൻ RBI തയ്യാറായിട്ടില്ല. നാളെ മുതൽ തന്നെ ശമ്പളം ജീവനക്കാരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുമെന്ന് ധനമന്ത്രി തോമസ് ഐസക് അറിയിച്ചു. 10 ലക്ഷത്തോളം വരുന്ന ജീവനക്കാർക്കും വിരമിച്ചവർക്കും ശമ്പളം നൽകാൻ പണമില്ലാത്തതായിരുന്നില്ല സർക്കാർ നേരിട്ട പ്രതിസന്ധി. മറിച്ച് ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും ട്രഷറി അക്കൗണ്ടിലേക്കും എത്തിക്കുന്ന ശമ്പളം വിതരണം ചെയ്യാൻ കറൻസി ഇല്ലാത്തതായിരുന്നു. RBI ബാങ്ക് പ്രതിനിധികളുമായി ധനമന്ത്രിയും ധനകാര്യ സെക്രട്ടറിയും നടത്തിയ ചർച്ചയിൽ ആവശ്യമായ കറൻസി ലഭ്യമാക്കാമെന്ന് റിസർവ് ബാങ്ക് പ്രതിനിധി ഉറപ്പ് നൽകി. എന്നാൽ അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന പണം പൂർണ്ണമായി പിൻവലിക്കാൻ അനുവദിക്കണമെന്ന ആവശ്യം RBI തള്ളി. നാളെ തന്നെ എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് ശമ്പളവും പെൻഷനും ഇട്ട് കൊടുക്കും. പക്ഷേ അക്കൗണ്ടിൽ നിന്ന് 24,000 രൂപയെ ഈ ആഴ്ച പിൻവലിക്കാൻ പറ്റും. ശമ്പളം പിൻവലിക്കുന്നതിന് നിയന്ത്രണമുള്ളപ്പോഴും ഈ മാസം 19 ശേഷം നിക്ഷേപിക്കപ്പെട്ട പണം പിൻവലിക്കാൻ പരിധിയില്ലെന്ന RBI ഉത്തരവ് നിലനിൽക്കുകയാണ്. കാരണം അത് പറഞ്ഞില്ലെങ്കിൽ ആരും ഒന്നും കൊണ്ട് ഇടൂല. അപ്പോൾ ഇട്ടോളും, ഇട്ടതെടുക്കാം. പക്ഷെ നേരത്തെ ഇട്ടതെടുക്കാൻ പറ്റില്ല. ഈ മാസം ശമ്പളം നൽകാൻ പണത്തിന് ബുദ്ധിമുട്ടില്ലെങ്കിലും അടുത്ത മാസം അതും പ്രയാസകരമാകും. ഈ മാസത്തെ പ്രശ്നം സർക്കാരിന് വരുമാനം ഇല്ലാത്തതല്ല, കറൻസി ഇല്ലാത്ത. അടുത്ത മാസമാകുമ്പോൾ കൂടുതൽ കറൻസി ഉണ്ടാവും, പക്ഷേ സർക്കാരിന് ശമ്പളം കൊടുക്കാനുള്ള വരുമാനം ഉണ്ടാവില്ല. ഏതാണ് കൂടുതൽ ഗുരുതരം എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചാൽ മതി. കറൻസി ലഭ്യതയുടെ കാര്യത്തിലെ RBI ഉറപ്പോടെ ശമ്പള പ്രതിസന്ധിക്ക് ഭാഗികമായ പരിഹാരമായിരിക്കുകയാണ്. എന്നാൽ പിൻവലിക്കൽ നിയന്ത്രണം ജീവനക്കാർക്ക് ബുദ്ധിമുട്ടാകും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ശമ്പളത്തിനും കൊമ്പ് കോർക്കണോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്, RSP നേതാവ് NK പ്രേമചന്ദ്രൻ MP, BJP വക്താവ് VV രാജേഷ്, സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ CS ഷൈജുമോൻ എന്നിവർ അതിഥികളിലേക്ക് പോകും മുൻപൊരു ചെറിയ ഇടവേള.